തൊഴിലാളിക്ക് വർധനവില്ല. ഇതെന്തു ന്യായം, ഇതെന്തു നീതി. പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ. വ്യാപാരിക്കും സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്. മുറുക്കും ഭരണക്കാർ, പിരിഞ്ഞു മുറുക്കും ഭരണക്കാർ, വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നു, പഞ്ചായത്തിലെ തൊഴിൽ നികുതി, താഴെ തട്ടിലെ വ്യാപാരിക്ക്, നാലും അഞ്ചും ഇരട്ടിയാക്കി, വാണം പോലെ കുത്തനെ കൂട്ടി, തൊഴിലിന് വാങ്ങും ഇതേ നികുതി, ടാറ്റാ ബിർല അംബാനിക്ക്, ടാറ്റാ ബിർല അദാനിക്ക്, വർധനവില്ല. ഇതെന്തു നീതി, ഇതെന്തു ന്യായം, മറുപടി പറയൂ സർക്കാരേ. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആർക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇതല്ലെങ്കിൽ ഇന്ന് ഈ ഒരു സൂചനാ സമരത്തിലൂടെ ഗവൺമെൻറ് ഇതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു കരിനിയമത്തിന് നമ്മളെപ്പോലുള്ള കച്ചവടക്കാരെ ഉപദ്രവിക്കുന്ന ഈ ഒരു നിയമത്തിന് ഇല്ലാതാക്കാനുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ ഒരു ദിവസം കട അടച്ചിട്ടായാലും ഇന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഉച്ചവരെ കട അടച്ചിട്ട് ചെയ്യണമായിരുന്നു, നാളെ കൂടുമായിരുന്നു. പല സ്ഥലത്തുണ്ട്. എനിക്കൊരു 3-4 യൂണിറ്റിൻ്റെ ചാർജ് ഉണ്ട് പറ്റുമോ. അപ്പോൾ ഉച്ചവരെ കട അടക്കായിരുന്നില്ലേ, എങ്ങനെയും കച്ചവടമില്ല. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ഒരു സൂചന മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഒരു മാറ്റം. അതുപോലെ ഫെബ്രുവരി 18 മറ്റന്നാൾ നടക്കുന്ന പാർലമെൻറ്റ് മാർച്ചിൽ ഞങ്ങൾ പോകുന്നവർക്ക് നിങ്ങളൊരു അനുഗ്രഹം പറഞ്ഞ് നമുക്ക് അവിടുന്ന് നിങ്ങളെ ഭരണം ഏത് ഗവൺമെന്റ് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് സാധിക്കുമെന്ന് കൂടി ഈ ഗവൺമെന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നികുതി വർധനവ് പിൻവലിക്കാൻ സർക്കാർ നികുതി വർധനവ് നമുക്കെടുത്തില്ല. 270% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഡബിളാവാം, അല്ലെങ്കിൽ ഇത്രയും ശതമാനം നികുതി വർദ്ധിപ്പിക്കുന്നു എന്ന് സ്വാഭാവികമായിട്ടും നടക്കാറുണ്ട്. അപ്പോൾ ഇത്തരം സർക്കാരുകളുടെ പ്രവണതകളെ തീർത്തും വ്യാപാരികളുടെ മുമ്പിൽ, കാരണം വ്യാപാരികളെ നേരത്തെ പറഞ്ഞ പോലെ ചെറുകിട വ്യാപാരികളെയും വ്യവസായം ഇട്ടിട്ട് ഇവിടെ വന്നൊരു തെരുവിലേക്ക് ഇറങ്ങി സമരത്തിൻ്റെ പാതയിലാണ്. കാരണം നമ്മുടെ വ്യാപാരികളെ നിരന്തരം സമരപാതയിലേക്ക് നയിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരുകളും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളും മറ്റു ഉദ്യോഗസ്ഥർ. വ്യവസായ ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായ ഐക്യം സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, പഞ്ചായത്ത് ധർണ സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട് ഭരിക്കും ഭരണക്കാർ കാട്ടിക്കൂട്ടും തമ്മാടിത്തം, ഭൂനികുതിയും കെട്ടിട നികുതിയും കുത്തനെ കൂട്ടി ഭരണക്കാർ. പ്രതിഷേധം വ്യാപാരികളുടെ പ്രതിഷേധം. പാവപ്പെട്ട ഒരു വ്യാപാരിക്ക് ദുരിതം നൽകും നിയമങ്ങൾ നിർത്തലാക്കൂ സർക്കാരെ. തൊഴിൽ നികുതിയും വാടക നികുതിയും കുത്തനെ കൂട്ടിയ നടപടിയെ പിൻവലിക്കുക സർക്കാരെ. സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായി ഐക്യം സിന്ദാബാദ്, ഏകോപന സമിതി സിന്ദാബാദ്.